എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം സംസ്കൃത മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 41-ാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം ചതുർദശാധ്യായമാണ് പാരായണം ചെയ്യുന്നത്. രാമായണ പാരായണത്തെ തുടർന്നുള്ള മറ്റ് സംപ്രേക്ഷണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതിന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നമസ്തേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ചതുർദശ സർഗ. അയോധ്യാഗമനം, ഭരത സന്ദർശനം. ശ്രീമഹാദേവ ഉവാച പാദയിത്വാ തദചക്ഷുഃസർവതോ രഘുനന്ദനഃ അബ്രവീൻ മൈഥിലീം സീതാം രാമ ശശിനിഭാനനാം. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, രഘുനന്ദനായ രാമൻ മതിമുഖിയും മിഥിലജയുമായ സീതയോട് ഇപ്രകാരം പറഞ്ഞു. ത്രികൂടശിഖരാഗ്രസ്താം പശ്യലങ്കാം മഹാപ്രഭാം ഏതാം രണഭുവം പശ്യ മാം സകർദമപങ്കിലാം. അസുരാണാം പ്ലവങ്കാനാം അത്ര വൈശസനം മഹത് അത്ര മേ നിഗതശ്ചേതേ രാവണോ രാക്ഷസേശ്വര. കുംഭകർണേന്ദ്രജിന്മുഖ്യാ സർവേ ചത്ര നിപാതിതാഃ ഏഷ സേതുർമയാ ബദ്ധ സാഗരേ സലിലാശയേ. ഏതച്ഛദൃശ്യതേ തീർത്ഥം സാഗരസ്യ മഹാത്മന സേതുബന്ധമിതി ഖ്യാതം ത്രൈലോക്യേന ച പൂജിതം. ഏതത് പവിത്രം പരമം ദർശനാത് പാദകാപഹം അത്ര രാമേശ്വരോ ദേവോ മയാ ശംഭു പ്രതിഷ്ഠിതഃ. അത്ര മാം ശരണം പ്രാപ്തോ മന്ത്രിവിശ്ച വിഭീഷണഃ ഏഷാ സുഗ്രീവനഗരീ കിഷ്കിന്ധാ ചിത്രകാനന. തത്ര രാമാജ്ഞയാ താരാ പ്രമുഖാ ഹരിയോഷിതഃ ആനയാമാസ സുഗ്രീവ സീതായാ പ്രിയകാമ്യയാ. താവിസാഹോദ്ധിതം ശീഘ്രം വിമാനം പ്രേക്ഷ്യ രാഘവ പ്രാഹജ അദ്രിം ഇഷ്യമൂകം പശ്യ ബാല്യത്ര മേ ഹത. ഏഷാ പഞ്ചവടീ നാമ രാക്ഷസായത്ര മേ ഹതാ അഗസ്തസ്യ സുതീഷ്ണസ്യ പശ്യ ആശ്രമവദേ ശുഭേ. പുഷ്പക വിമാനത്തിൽ ഇരുന്നു കൊണ്ട് രാമൻ സീതയ്ക്ക് താഴെയുള്ള കാഴ്ചകളെല്ലാം വിവരിക്കുകയാണ്. പ്രിയേ, ത്രികൂടത്തിൻ്റെ ശിഖരാഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അത്യുജ്വലമായ ലങ്കയെ അതാ നോക്കൂ. മാംസത്തിൻ്റെ മാലിന്യം ചെളികെട്ടിയ ഈ പോർക്കളം കാണും. ഇവിടെയാണ് രാക്ഷസരുടെയും കവികളുടെയും കൊടിയ കൂട്ടക്കൊല നടന്നത്.
എന്നാൽ കൊല്ലപ്പെട്ട രാക്ഷസേശ്വരനായ രാവണൻ കിടന്നത് ഇവിടെയാണ്. കുംഭകർണൻ, ഇന്ദ്രജിത്ത് മുതലായവരെ എല്ലാം ഇവിടെയാണ് വീഴ്ത്തിയത്. ജലരാശിയായ അലയാഴിയിൽ ഞാൻ കെട്ടിയ ചിറയാണ് ദേ ആ കാണുന്നത്. അപാരമായ അലകടലിലെ സേതുബന്ധനമെന്ന വിഖ്യാത തീർത്ഥം ഇതാ കാണപ്പെടുന്നു. ത്രിലോകപൂജിതമാണ് ഇവിടം. ഇത് പരമപാവനവും ദർശനത്താൽ തന്നെ പാപം പരിഹരിക്കുന്നതുമാണ്. ഇവിടെ രാമേശ്വരനായ ശംഭുദേവൻ എന്നാൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. വിമാനം മുന്നോട്ട് നീങ്ങുമ്പോൾ ഭഗവാൻ ദേവിക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, വിഭീഷണൻ മന്ത്രിമാരുമായി എന്നെ ശരണം പ്രാപിച്ചത് ഇവിടെയാണ്. ഇത് രമണീയ വനങ്ങളുള്ള കിഷ്കിന്ധ എന്ന സുഗ്രീവ രാജധാനിയാണ്. അവിടെ എത്തിയപ്പോൾ സീതയുടെ മനപ്രീതിക്കായി താരമുതലായ വാനര വനിതകളെ രാമാജ്ഞപ്രകാരം സുഗ്രീവൻ ആനയിച്ചു. അവരുമായി വിമാനം വിരവിൽ ഉയരുന്നത് കണ്ട് രാഘവൻ പറഞ്ഞു, ഋഷ്യമുഖാചലം കണ്ടോളൂ, ഇവിടെ വെച്ചാണ് ബാലിയെ ഞാൻ വധിച്ചത്. ഇതാണ് പഞ്ചവടി. ഇവിടെ വെച്ചാണ് ഖരാതി രാക്ഷസരെ ഞാൻ കൊന്നത്. അഗസ്ത്യൻ്റെയും സുധീഷ്ണൻ്റെയും പാവനമായ ആശ്രമപദങ്ങളെയും കണ്ടുകൊള്ളൂ. ശ്രീരാമൻ കഥ തുടരുന്നതിനിടയ്ക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. രാവണവധം കഴിഞ്ഞ് സീതാസമേതം തിരിച്ചെത്തിയ രാമലക്ഷ്മണന്മാരെ മുനികുലം തടഞ്ഞു നിർത്തുകയും വധത്തിന് പരിഹാരം ചെയ്യണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. രാവണൻ രാക്ഷസനായിരുന്നു എങ്കിലും പൗലസ്ത്യമുനിയുടെ തനയനാണല്ലോ. മാത്രമല്ല നല്ല ഉപാസനാബലവും ഉള്ള ആളായിരുന്നു. അന്നത്തെ കാലത്ത് സമുദ്ര ലംഘനവും നിഷിദ്ധമായിരുന്നു. ഇതിനൊക്കെ പരിഹാരം സാക്ഷാൽ മഹാദേവനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുകയാണ് വേണ്ടത് എന്ന് മുനിമാർ പറഞ്ഞതനുസരിച്ച് ശ്രീരാമൻ ഹനുമാനോട് കൈലാസത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരുവാൻ പറഞ്ഞയച്ചു. ഹനുമാൻ വരുന്നതിന് വൈകുന്നത് കണ്ടപ്പോൾ സീതാദേവി കടപ്പുറത്ത് മണൽ കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി അതിൽ പൂജ ചെയ്തു. ഹനുമാൻ 2 സ്ഫടികലിംഗങ്ങളുമായിട്ടാണ് കൈലാസത്തിൽ നിന്നും വന്നത്. ഹനുമാൻ വന്നപ്പോൾ ശിവലിംഗത്തിൽ പൂജ നടത്തിയിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വലിയ സങ്കടം ഉണ്ടായി. ശ്രീരാമനോട് കാര്യം പറഞ്ഞു, ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഞാൻ ഈ ശിവലിംഗങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഇതാ പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു, ഭഗവാനെ ഇതിൽ സങ്കടമുണ്ട് എന്ന് പറഞ്ഞു. ശ്രീരാമൻ ഉടൻ തന്നെ സീത മണൽ കൊണ്ടുണ്ടാക്കിയ ആ ലിംഗം എടുത്തു മാറ്റാൻ ഹനുമാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അത് അനങ്ങിയില്ല. വാലുകൊണ്ട് ചുറ്റി വലിച്ചു നോക്കി, എന്നിട്ടും അനങ്ങുന്നില്ല. അവസാനം ഹനുമാനും ആ ശിവലിംഗത്തെ വണങ്ങുകയുണ്ടായി. അങ്ങനെ സീത മണൽ കൊണ്ടുണ്ടാക്കിയ ശിവലിംഗവും ഹനുമാൻ കൊണ്ടുവന്നതായ 2 സ്ഫടികലിംഗങ്ങളും ഉള്ള സ്ഥലമാണ് രാമേശ്വരം. ഈ കഥ രാമേശ്വരം ക്ഷേത്രത്തിൽ പിൽക്കാലത്ത് വരച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളുടെയും സങ്കേതമാണ് രാമേശ്വരം. സമുദ്രം ഉൾപ്പെടെ 21 തീർത്ഥങ്ങളിലെ സ്നാനവും അവസാനം കോടി തീർത്ഥത്തിലെ സേവയും പൂർവജന്മ കർമ്മദോഷങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സങ്കേതമാണ് രാമേശ്വരം. ഇനി നമുക്ക് കഥ തുടരാം. രാമൻ സീതയോട് താൻ കണ്ട കാര്യങ്ങൾ വിവരിക്കുകയാണ്. യേ തേ തേ താപസാ സർവേ ദൃശ്യന്തേ വരവർണിനി അസൗ ശൈലവരോ ദേവി ചിത്രകൂട പ്രകാശതേ അത്ര മാം കൈകേയീ പുത്ര പ്രസാദയിതുമാഗത ഭരദ്വാജാശ്രമം പശ്യ ദൃശ്യതേ യമുനാതടേ യേഷാ ഭാഗീരഥീ ഗംഗാ ദൃശ്യതേ ലോകപാവനി യേഷാ സാ ദൃശ്യതേ സീതേ സരയൂർ യൂപമാലിനി യേഷാ സാ ദൃശ്യതേ അയോധ്യാ പ്രണാമം കുരു ഭാമിനി ഏവം ക്രമേണ സംപ്രാപ്തോ ഭരദ്വാജാശ്രമം ഹരി. അല്ലയോ സുന്ദരി,
ആ താപസരെയെല്ലാം നീ കാണുന്നില്ലേ ദേവി? ഇതാ ശൈലപതിയായ ചിത്രകൂടം വിളങ്ങുന്നു. ഇവിടെയാണ് ഭരതൻ എന്നെ അനുനയിക്കാൻ വന്നെത്തിയത്. നോക്കൂ, ഭരദ്വാജാശ്രമം അതാ യമുനാതലത്തിൽ കാണപ്പെടുന്നു. ഈ കാണുന്നതാണ് ലോകപാവനിയും ഭാഗീരഥിയുമായ ഗംഗ. അല്ലയോ സീതേ, യൂപജാലമുള്ള ആ സരയുവാണ് ഈ കാണുന്നത്. അല്ലയോ ഓമനെ, ഇതാ ആ അയോധ്യ കാണപ്പെടുന്നു. നമസ്കരിച്ചാലും. ഇങ്ങനെ ക്രമേണ ഹരി ഭരദ്വാജാശ്രമത്തിലെത്തി. പൂർണേ ചതുർദശേ വർഷേ പഞ്ചമ്യാം രഘുനന്ദന ഭരദ്വാജം മുനിം ദൃഷ്ട്വാ വന്ദേ സാനുജ പ്രഭു പപ്രച്ഛ മുനിമാസീനം വിനയേന രഘൂത്തമ ശൃണോഷി കച്ചിത് ഭരത കുശല്യാസ്തേ സഹാനുജ സുഭിക്ഷാ വർത്തതേ അയോധ്യ ജീവന്തി ചഹിംഹാതര. 14 വർഷം പൂർണ്ണമായതോടെ പഞ്ചമി നാളിൽ അനുജനോടൊപ്പം പ്രഭു രാഘവൻ ഭരദ്വാജനെ ദർശിച്ചു വണങ്ങി. അവിടെ ഇരുന്ന മുനിയോട് രഘുവരൻ വിനയത്തോടുകൂടി ചോദിച്ചു, അനുജൻ ശത്രുഘ്നോടൊപ്പം ഭരതൻ കുശലമായിരിക്കുന്നുവെന്ന് അങ്ങ് കേൾക്കുന്നുവോ ആവോ? അയോധ്യയിലും സുഭിക്ഷമല്ലേ? അമ്മമാരും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ശ്രുത്വാ രാമസ്യ വചനം ഭരദ്വാജ പ്രഹൃഷ്ടധി പ്രാഹ സർവേ കുശലിനോ ഭരതസ്തു മഹാമനാഃ ഫലമൂലകൃതാഹാരോ ജടാവൽക്കലതാരകഃ പാതുകേ സകലം ന്യസ്യ രാജ്യം ത്വാം സുപ്രതീക്ഷതേ യദ്യത് കൃതം ത്വയാ കർമ്മദണ്ഡകേ രഘുനന്ദന രാക്ഷസാനാം വിനാശം ച സീതാഹരണപൂർവകം സർവം ജ്ഞാതം മയാ രാമാ തപസാ തേ പ്രസാദത ത്വം ബ്രഹ്മ പരമം സാക്ഷാൽ ആദിമധ്യാന്തവർജിതഃ ത്വമഗ്രേ സലിലം സൃഷ്ട്വാ തത്ര സുപ്തോസി ഭൂതകൃത് നാരായണോസി വിശ്വാത്മൻ നരാണാം അന്തരാത്മകഃ നാഭികമലോൽപന്നോ ബ്രഹ്മാ ലോകപിതാമഹഃ. രാമന്റെ വാക്ക് കേട്ട് സന്തോഷത്തോടുകൂടി ഭരദ്വാജൻ പറഞ്ഞു, എല്ലാവർക്കും കുശലം തന്നെ. മഹാശയനായ ഭരതനാകട്ടെ ജടാവൽക്കലവും ധരിച്ച് ഫലമൂലാദികൾ മാത്രം ആഹരിച്ച് നാടെല്ലാം നിന്റെ മെതിയടിയിൽ അർപ്പിച്ച് നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലയോ രാഘവ, സീതാപഹരണത്തോടനുബന്ധിച്ച് രാക്ഷസരെ പാടെ മുടിച്ചതുൾപ്പെടെ ദണ്ഡകത്തിൽ നീ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം തന്നെ നിന്റെ പ്രസാദത്താൽ തപോബലം കൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അല്ലയോ രാമ, നീ സാക്ഷാൽ പരബ്രഹ്മമാണ്. ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്തവനാണ്. ഉളവായതെല്ലാം ചമച്ച് നീ ആദിയിൽ ജലം സൃഷ്ടിച്ച് അതിൽ പള്ളിയുറക്കം കൊള്ളുന്നു. വിശ്വാത്മാവേ, നീ നരന്മാരുടെ അന്തരാത്മാവായ നാരായണനാണ്. ലോകത്തിന് പിതാമഹനായ ബ്രഹ്മാവ് നിന്റെ നാഭികമലത്തിൽ നിന്ന് പിറന്നവനാണല്ലോ. അധസ്ത്വം ജഗദാമീശ സർവലോക നമസ്കൃത ത്വം വിഷ്ണുർ ജാനകീ ലക്ഷ്മീ ശേഷോയം ലക്ഷ്മണാഭിത ആത്മനാ സൃജസീദം ത്വം ആത്മന്യേവാത്മമായയാ ന സജ്ജസേ നഭോവത്വം സുശക്ത്യാ സർവസാക്ഷിക ബഹിരന്തച്ച ഭൂതാനാം ത്വമേവ രഘുനന്ദന പൂർണ്ണോ വിമൂഢദൃഷ്ടീനാം വിച്ഛിന്നൈവ ലക്ഷ്യസേ ജഗത്വം ജഗദാധാരസ്ത്വമേവ പരിപാലക ത്വമേവ സർവഭൂതാനാം ഭോക്താ ഭോജ്യം ജഗത്പദേ. അങ്ങ് എല്ലാ ലോകങ്ങളും വണങ്ങുന്ന ജഗന്നാഥനായ വിഷ്ണുവാണ്. സീതലക്ഷ്മിയും ലക്ഷ്മണനാമാവായ ഇവൻ ആദിശേഷനുമാണ്. ആത്മാവിനാൽ ആത്മാവിൽ തന്നെ സ്വമായ കൊണ്ട് നീ ഈ ലോകം ചമയ്ക്കുന്നു. ഒന്നിലും കലരാതെ വിണ്ടലം പോലെ ചേതനശക്തിയാൽ അഖിലസാക്ഷിയായി വർത്തിക്കുകയാണ്. ഭൂതങ്ങളുടെ പുറത്തും അകത്തും നീ തന്നെ നിറഞ്ഞു വിളങ്ങുന്നു. എങ്കിലും മൂഢമതികൾക്ക് അല്ലയോ രഘുനന്ദന, നീ പരിച്ഛിന്നനായാണ് കാണപ്പെടുക. അല്ലയോ ജഗന്നാഥ, നീ ലോകമാണ്, ലോകത്തിന് ആധാരവുമാണ്. പരിപാലകനും നീ തന്നെ. നീ മാത്രമാണ് സകല ഭൂതങ്ങളുടെയും ഭോക്താവും ഭോജ്യവും. ദൃശ്യതേ ശ്രൂയതേ യദ്യത് സ്മര്യതേ വാ രഘൂത്തമ
ത്വമേവ സർവമഖിലം ത്വദ്വിനാന്യന്യകിഞ്ചന മായാസൃജതി ലോകാം ച സ്വഗുണൈർ അഹമാദിഭി ത്വച്ഛക്തി പ്രേരിതാ രാമ തസ്മാത് ത്വയുപജജ്യതേ. ഈ ലോകത്ത് എന്തെല്ലാം കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ഓർക്കപ്പെടുകയും ചെയ്യുന്നുവോ അതെല്ലാം നീ തന്നെയാണ്. അല്ലയോ രഘുവര, നീ അല്ലാതെ മറ്റൊന്നുമില്ല. നിന്റെ ശക്തിയാൽ പ്രേരിതയായ മായ അഹങ്കാരാദി സ്വഗുണങ്ങൾ ആശ്രയിച്ച് ലോകങ്ങൾ രചിക്കുന്നു. അല്ലയോ രാമ, അതുകൊണ്ടാണ് സൃഷ്ടി നിന്നിൽ ആരോപിതമാവുന്നത്. യഥാ ചുംബക സാന്നിധ്യാ ചലന്ത്യേവ ആയസാദയാഃ ജഡാ തഥാ ത്വയാ ദൃഷ്ടാമായാ സൃജതി വൈ ജഗത് ദേഹദ്വയം അദേഹസ്യ തവ വിശ്വം രിരക്ഷിഷോ വിരാട് സ്ഥൂലം ശരീരം തേ സൂത്രം സൂക്ഷ്മമുദാഹൃതം വിരാജകസംഭവിന്ധ്യേതേ അവതാരാ സഹസ്രശഃ കാര്യാന്തേ പ്രവിശന്ത്യേവ വിരാജം രഘുനന്ദന. കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് മുതലായവ ചലിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിന്നാൽ ഈക്ഷിതയായ മായ ജഗൽ സൃഷ്ടിക്ക് സമർത്ഥയാകുന്നത്. വിശ്വം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അദേഹനായ അങ്ങയ്ക്ക് രണ്ട് ദേഹങ്ങൾ ഉദാഹരിക്കപ്പെടുന്നു. വിരാട് രൂപമായ സ്ഥൂല ശരീരം, സൂത്രാത്മകമായ സൂക്ഷ്മ ശരീരം. വിരാടിൽ നിന്ന് ഈ 1000 അവതാരങ്ങൾ സംഭവിക്കുന്നു. അല്ലയോ രാഘവ, കാര്യം തീരുമ്പോൾ അവ വിരാട്ടിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അവതാരകതാം ലോകേയേ ഗായന്തി ഗൃണന്തി ച അനന്യമനസോ മുക്തിസ്തേഷാമേവ രഘൂത്തമാം. ലോകത്തിൽ ആരാണോ അവതാരകഥകൾ അന്യചിന്തയന്യെ പാടുകയും കേൾക്കുകയും ചെയ്യുന്നത്, അല്ലയോ രഘുവര, അവർക്കേ മുക്തി സിദ്ധിക്കുകയുള്ളൂ. ത്വം ബ്രഹ്മണാ പുരാ ഭൂമേർ ബാരഹരായ രാഘവ പ്രാർത്ഥിതസ്തപസാ തുഷ്ട ത്വം ജാതോസി രഘോകുലേ ദേവകാര്യമശേഷേണ കൃതം തേ രാമദുഷ്കരം ബഹുവർഷസഹസ്രാണി മാനുഷം ദേഹമാശ്രിതഃ കുർവൻ ദുഷ്കരകർമാണി ലോകദ്വയഹിതായ ച പാപഹാരീണി ഭുവനം യശസാ പൂരയിഷ്യസി. പ്രാർത്ഥയാമി ജഗന്നാഥ പവിത്രം കുരു മേ ഗൃഹം സ്ഥിത്വാദ്യ ഭുക്ത്വാ സബല ശോകമിഷ്യസി പത്തനം തഥേതി രാഘവോദിഷ്ട തസ്മിന്നാശ്രമൗത്തമേ സസൈന്യ പൂജിതസ്തേന സീതയാ ലക്ഷ്മണേന ച. അല്ലയോ രാഘവ, ഭൂഭാരം പരിഹരിക്കാൻ ബ്രഹ്മാവ് പണ്ട് നിന്നോട് പ്രാർത്ഥിച്ചിരുന്നു. തപസ്സിൽ പരിതുഷ്ടനായി നീ രഘുകുലത്തിൽ പിറന്നിരിക്കുകയാണ്. അല്ലയോ രാമ, ദുഷ്കരമായ ദേവകാര്യം നീ അശേഷം നിറവേറ്റി മാനവ ശരീരം ആശ്രയിച്ച നീ ഇനി 1000 അണ്ടത്തേക്ക് ഇഹപരലോകങ്ങളുടെ നന്മ ലാക്കാക്കി പാപകരമായ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പാരിടം യശസാൽ നിറയ്ക്കും. അല്ലയോ ജഗദീശ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഭോജനാനന്തരം സൈനികരോടൊത്ത് ഇന്നിവിടെ താമസിച്ച് എൻ്റെ ഭവനം പാവനമാക്കണം. നാളെ അങ്ങയുടെ ഭവനത്തിലേക്ക് പോവുകയുമാകാം. അങ്ങനെ എന്ന് സമ്മതിച്ച് സൈന്യസമേതനായ രാമൻ സീതയും ലക്ഷ്മണനുമൊത്ത് പരിപാവനമായ ഭരദ്വാജ ആശ്രമത്തിൽ തങ്ങി. തതോ രാമചിന്തയിത്വാ മുഹൂർത്തം പ്രാഹമാരുതിം ഇതോ ഗച്ഛ ഹനൂമാം സ്വം അയോധ്യാം പ്രതി സത്വര ജാനീഹി കുശലീ ഗച്ഛിജ്ജനോ നൃപതി മന്ദിരേ ശൃംഗവേരപുരം ഗത്വാ ബ്രൂഹിമിത്രം ഗുഹം മമ ജാനകീ ലക്ഷ്മണോപേതമാഗതം മാം നിവേദയ നന്ദിഗ്രാമം തതോ ഗത്വാ ഭ്രാതരം ഭരതം മമ. പിന്നെ അല്പനേരം ആലോചിച്ചിട്ട് രാമൻ മാരുതിയോട് പറഞ്ഞു, അല്ലയോ മാരുതി, നീ അതിവേഗം ഇവിടെ നിന്ന് അയോധ്യയിലെത്തണം. രാജഭവനത്തിലെ ആളുകൾക്ക് കുശലമറിയിക്കണം. ശൃംഗവേരപുരിയിൽ ചെന്ന് എൻ്റെ തോഴനായ ഗുഹനോട് സംസാരിക്കണം. ജാനകി ലക്ഷ്മണ സമേതനായി ഞാൻ വന്നിരിക്കുന്നതായി അറിയിക്കുക. അവിടെ നിന്ന് നന്ദിഗ്രാമത്തിലെത്തി
എൻ്റെ സഹോദരനായ ഭരതനെ കണ്ട് കാര്യങ്ങൾ അറിയിക്കുക. ദൃഷ്ട്വാ ബ്രൂഹി സഭാര്യസ്യ സഭാതൃകുശലം മമ സീതാ അപഹരണാദീനി രാവണസ്യ വദാധികം ബ്രൂഹി ക്രമേണ മേ ഭ്രാതു സർവം തത്ര വിചേഷ്ടിതം ഹത്വാ ശത്രുഗണാൻ സർവാൻ സഭാര്യ സഹലക്ഷ്മണ ഉപയാതി സമൃദ്ധാർത്ഥ സഹ ഇർക്ഷഹരീശ്വരൈ ഇത്യുക്ത്വാ തത്ര വൃത്താന്തം ഭരതസ്യ വിചേഷ്ടിതം സർവം ജ്ഞാത്വാ പുനഃശീഘ്രമാഗച്ഛ മമ സന്നിധിം തഥേതി ഹനുമാംസ്തത്ര മാനുഷം ബപുരാസ്ഥിതഃ. സീതാ അപഹരണത്തെ തുടർന്ന് രാവണവധം മുതലായി ഞാൻ അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം യഥാക്രമം അനിയന് വിശദീകരിച്ചു കൊടുക്കണം. ശത്രുഗണങ്ങളെ മുഴുവൻ സംഹരിച്ച് പത്നി ലക്ഷ്മണസമേതനും വാനര യൂഥവസമേതനുമായ പൂർണ്ണകാമനായ രാമൻ വന്നു ചേരുന്നു എന്നറിയിക്കുകയും അവിടുത്തെ വാർത്തയും ഭരതന്റെ പ്രതികരണവുമെല്ലാം അറിഞ്ഞ് ഉടനടി എൻ്റെ സമീപത്ത് മടങ്ങി വരികയും വേണം. അങ്ങനെയെന്ന് സമ്മതിച്ച് ഹനുമാൻ അവിടെ നിന്നും മാനവാകൃതി കൈക്കൊണ്ടു. നന്ദിഗ്രാമം യയൗ തൂർണം വായുവേഗേന മാരുതി ഗരുത്മാനിവ വേഗേന ജിഗർഷൻ ഭുജഗോത്തമം ശൃംഗവേരപുരം പ്രാപ്യ ഗുഹമാസാദ്യ മാരുതി ഉവാച മധുരം വാക്യം പ്രഹൃഷ്ടേന അന്തരാത്മന. സർപ്പരാജനെ ക്ഷിപ്രം സംഹരിക്കാൻ പായുന്ന ഗരുഡനെ പോലെ മാരുതി വായുവേഗത്തിൽ നന്ദിഗ്രാമത്തിലെത്തി. ആദ്യം ശൃംഗവേരപുരിയിലെത്തി ഗുഹനെ കണ്ട് ആഹ്ലാദമലതല്ലുന്ന അന്തരാത്മാവോടെ മാരുതി മധുരമായി പറഞ്ഞു: രാമോദാശരഥി ശ്രീമാൻ സഖാതേ സഖസീതയാ സലക്ഷ്മണസ്ത്വാം ധർമാത്മാ ക്ഷേമീ കുശലമബ്രവീത് അനുജ്ഞാതോദ്യമുനിനാ ഭരദ്വാജേന രാഘവ ആഗമിഷ്യതി തം ദേവം ദ്രക്ഷ്യസി തം രഘുത്തമം. ഏവമുക്ത്വാ മഹാതേജാ സംപ്രഹൃഷ്ടത്തനൂരുഹം ഉത്പപാദ മഹാവേഗോ വായുവേഗേന മാരുതി സോപശ്യത് രാമതീർത്ഥം ച സരയും ച മഹാനദീം താമതിക്രമ്യ ഹനുമാൻ നന്ദിഗ്രാമം യയൗ മുദാ. നിന്റെ തോഴനും ധർമാത്മാവും ശ്രീമാനുമായ ദാശരഥി രാമൻ സീതാലക്ഷ്മണ സമേതനായി സസുഖം മടങ്ങിവന്ന് നിനക്കിതാ കുശലമാശംസിച്ചിരിക്കുന്നു. ഭരദ്വാജമുനിയാൽ അനുജ്ഞപ്തനായ രാഘവൻ ഇന്ന് ഇവിടെ വന്നു ചേരും. നിനക്കിന്ന് ദേവനായ രഘുവരനെ ദർശിക്കാനാകും. സന്തോഷം കൊണ്ട് പുളകം കൊണ്ട ഗുഹനോട് ഇങ്ങനെ പറഞ്ഞ ശേഷം മഹാതേജസ്വിയും മഹാവേഗവാനുമായ മാരുതി വായുവേഗത്തിൽ കുതിച്ചുയർന്നു. രാമതീർത്ഥവും സരയൂ നദിയും അവന് കാണാറായി. ആ മഹാനദി കടന്ന് ഹനുമാൻ സന്തോഷത്തോടെ നന്ദിഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ക്രോശമാത്രേ ത്വയോധ്യായാക്ഷീരകൃഷ്ണാജിനാംബരം ദദർശ ഭരതം ദീനം കൃശമാശ്രമവാസിനം മലഭംഗവിദിഗ്ധാംഗം ജടിലം വൽക്കലാംബരം ഫലമൂലകൃതാഹാരം രാമചിന്താപരായണം പാതുകേ തേ പുരസ്കൃത്യ ശാസയന്തം വസുന്ധരാം മന്ത്രിഭിഃ പൗരമുഖ്യൈശ്ച കാഷായാംബരധാരിഭിഃ വൃതദേഹം മൂർത്തിമന്തം സാക്ഷാൽ ധർമ്മമിവ സ്ഥിതം ഉവാച പ്രാഞ്ജലിർവാക്യം ഹനുമാൻ മാരുതാത്മജഃ. പഴന്തുകിലും മാൻതോലുമണിഞ്ഞ് അഴുക്കും ചെളിയും പുരണ്ട ശരീരത്തോടുകൂടി ജടയും വൽക്കലവും ധരിച്ച് ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് ദീനനും കൃശഗാത്രനും രാമചിന്തയിൽ ആണ്ടവനും അയോധ്യയിൽ നിന്ന് വെളിപ്പാട് മാത്രം അകലെയുള്ള ആശ്രമത്തിൽ വസിക്കുന്നവനും ആ പാതുകങ്ങൾ മുമ്പിൽ വെച്ച് രാജ്യം ഭരിപ്പവനും കാഷായാംബരധാരികളായ മന്ത്രിമാരാലും പൗരമുഖ്യന്മാരാലും ചുഴപ്പെട്ടവനും ഉടൽ പൂണ്ട സാക്ഷാൽ ധർമ്മം എന്ന പോലെ നിലകൊണ്ടവനുമായ ആ ഭരതനെ ദർശിച്ച് വായുസുതനായ ഹനുമാൻ തൊഴുകൈകളോടുകൂടി പറഞ്ഞു: യം ത്വം ചിന്തയസേ രാമം താപസം ദണ്ഡകേ സ്ഥിതം അനുശോചസി കാകുൽസ്ഥ സത്വം കുശലമബ്രവീത്. ദണ്ഡകവാസിയും തപസ്വിയുമായ
ഏത് രാമനെ നീ ഓർത്തിരിക്കുന്നുവോ, ഏത് രാമനെ ഓർത്ത് നീ ദുഃഖിക്കുന്നുവോ, ആ കാകുൽസ്ഥൻ ഇതാ നിനക്ക് കുശലമാശംസിക്കുന്നു. പ്രിയം ആഗ്യാമിതേ ദേവാ ശോകം ത്യജസുദാരുണം അസ്മിൻ മുഹൂർത്തേ ഭ്രാതാത്വം രാമേണ സഹസംഗത സമരേ രാവണം ഹത്വാ രാമസീതാം അവാപ്യജ ഉപയാതി സമൃദ്ധാത്ത സസീതാ സഹലക്ഷ്മണ ഏവമുക്തോ മഹാതേജാ ഭരതോ ഹർഷമൂർച്ഛിത പപാദഭുവിജാശ്വസ്ത കൈകേയീ പ്രിയനന്ദന. അല്ലയോ ദേവ, നിനക്ക് പ്രിയത്തെ ഞാൻ ചൊല്ലാം. ഈ ദുഃഖം വെടിയൂ. ഭ്രാതാവായ രാമനോട് ഈ ക്ഷണത്തിൽ നീ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. രാവണനെ യുദ്ധത്തിൽ സംഹരിച്ചതിന് ശേഷം സീതയെ വീണ്ടെടുത്ത് സമൃദ്ധവിഭവനായ രാമൻ സീതാലക്ഷ്മണ സമേതം ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞത് കേട്ട് മഹാതേജസ്വിയായ കൈകേയിയുടെ പ്രിയനന്ദനൻ ഭരതൻ ആനന്ദമൂർച്ചയാൽ അസ്വസ്ഥനായി നിലംപതിച്ചു. ആലിംഗ്യ ഭരത ശീഘ്രം മാരുതിം പ്രിയവാദിനം ആനന്ദജൈർ അശ്രുജാലൈ സിഷേജ ഭരതകവിം. പെട്ടെന്ന് എഴുന്നേറ്റ് പ്രിയമോതുന്ന ആ കവിവരനായ മാരുതിയെ ഭരതൻ ആലിംഗനം ചെയ്തു, ആനന്ദാശ്രുക്കളാൽ കുളിപ്പിക്കുകയും ചെയ്തു. ദേവോ വാ മാനുഷോ വാ ത്വം അനുക്രോശാദിഹാഗത പ്രിയാജ്ഞാനസ്യ തേ സൗമ്യ ദദാമി ഭ്രുവദ പ്രിയം ഗവാം ശതസഹസ്രം ജഗ്രാമാണാം ജശതം വരം സർവാഭരണ സമ്പന്നാ മുഗ്ധ കന്യാസ്തു ഷോഡശ. അല്ലയോ സൗമ്യ, വാനവനായാലും മാനവനായാലും അനുകമ്പിയാൽ ഇവിടെ എത്തിയവനാണ് നീ. പ്രിയമറിയിച്ച നിനക്ക് 100,000 ഗോക്കൾ, 100 ഗ്രാമങ്ങൾ, സർവാഭരണഭൂഷിതകളായ മനോഹിനികളായ 16 കന്യകമാർ, ഇവ ഈ പ്രിയവചനത്തിന് പ്രതിഫലമായി തരികയാണ്. ഏവമുക്ത്വാ പുനഃപ്രാഹ ഭരതോ മാരുതാത്മജം ബഹൂനി മാനി വർഷാണി ഗതസ്യ സുമഹദ്വജം ശൃണോമ്യഹം പ്രീതികരം മമ നാദസ്യ കീർത്തനം കല്യാണീ ബദഗാധേയം ലൗകികീ പ്രതിഭാതി മേ യേതി ജീവന്തമാനന്ദോ നരം വർഷശതാദപി രാഘവസ്യ ഹരീണാം ജഗദം ആസീത് സമാഗമഃ തത്വമാഖ്യാഹി ഭദ്രം തേ വിശ്വസേയം വജസ്തവ. ഏവമുക്തോദ ഹനുമാൻ ഭരതേന മഹാത്മന ആജജക്ഷേദ രാമസ്യ ചരിതം കൃഷ്ണശക്രമാത് ശ്രുത്വാതു പരമാനന്ദം ഭരതോ മാരുതാത്മജാത്. ഭരതൻ തന്റെ വാക്കുകൾ വീണ്ടും തുടർന്നു. ഇത്രയേറെ വർഷങ്ങൾ കൊടുങ്കാട്ടിൽ കഴിച്ച എൻ്റെ നാഥന്റെ പ്രിയവാർത്ത ഞാൻ കേൾക്കുകയാണല്ലോ. ഈ ലോകഗാഥ അഹോ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. രാഘവന് കവികളോട് എങ്ങനെയാണ് സമാഗമമുണ്ടായത്? യഥാർത്ഥമായി വിവരിക്കൂ. നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കാം. നിനക്ക് നന്മ വരട്ടെ. ഭരതന്റെ വാക്കുകൾ കേട്ട് മാരുതി രാമചരിതം ക്രമമായി വിവരിച്ചു. മാരുതിയിൽ നിന്ന് ആ വാർത്ത കേട്ട ഭരതൻ പരമാനന്ദം പ്രാപിച്ചു. ആജ്ഞാവയശത്രുഹരണം മുദം യുഗുതം മുദാന്വിത ദൈവതാനിജയാവന്തി നഗരേ രഘുനന്ദന നാനോപഹാരബലിഭി പൂജയന്തു മഹാദിയ സുതാ വൈതാളികാശ്ചൈവ വന്ദിനസ്തുതി പാടകാഃ വാരമുഖ്യാശ്ച ശതശോ നിര്യാന്ദ്വാദ്വൈവ സംഘശ രാജധാരാസ്തഥാമാത്യസേനാഹസ്ത്യശ്വപത്തയഃ ബ്രാഹ്മണാശ്ച തഥാ പൗരാ രാജാനോ യേ സമാഗതാഃ നിര്യാന്തു രാഘവസ്യാദ്യ ദ്രഷ്ടും ശശിനിഭാനനം. ഈ വാർത്തകളെല്ലാം കേട്ട് സന്തുഷ്ടനായി നിന്ന ശത്രുഘ്നോട് ഭരതൻ ആജ്ഞാപിച്ചു, അല്ലയോ രഘുകുമാര, നഗരത്തിൽ എത്ര ദൈവങ്ങളുണ്ടോ അവരെയെല്ലാം പല ഉപഹാരങ്ങളാൽ മഹാപുരോഹിതർ പൂജിക്കട്ടെ. സൂതർ, വൈതാളികർ, വണക്കക്കാർ, സ്തുതിപാഠകർ, നർത്തകീ മുഖ്യമാർ ഇവരെല്ലാം 100 കണക്കിന് സംഘം ചേർന്ന് ഇന്ന് തന്നെ പുറപ്പെടണം. രാജ്ഞിമാർ, മന്ത്രിമാർ, ആന, കുതിര, കാലാൾപ്പട, വിപ്രന്മാർ, പൗരവന്മാർ, സന്നിഹിതരായ മന്നവർ ഇവരെല്ലാം രാമന്റെ ശശിവദനം ദർശിക്കാൻ ഇന്ന് തന്നെ പുറപ്പെടട്ടെ.
ഭരതസ്യ വചശ്രുത്വാ രഘുഘ്നപരിചോദിതാഃ അലം ചക്രുച്ഛ നഗരീം മുക്താ രത്നമയോജ്വലൈഃ തോരണൈശ്ച പതാകാഭിർവിചിത്രാഭിരനേകധാ അലം കുർവന്തി വേശ്മാനി നാനാ ബലിവിചക്ഷണാ നിർയാന്തി വൃന്ദശഃ സർവേ രാമദർശനലാലസാ ഹയാനാം ശതസാഹസ്രം ഗജാനാം ആയുധം ദധാ രഥാനാം ദശസാഹസ്രം സ്വർണസൂത്രവിഭൂഷിതാം പരമേഷ്ടീനുപാദായ ദ്രവ്യാണിച്ഛാവയാനി ച. ഭരതന്റെ വാക്കുകൾ കേട്ട് ശത്രുഘ്നാൽ നിയുക്തരായ നാനാകുല കുശലന്മാർ മുത്തും മണിയും പേറി വിളങ്ങുന്ന തോരണങ്ങളാലും ചിത്രപതാകകളാലും നഗരിയെ പലതരത്തിൽ മുടിപിടിപ്പിച്ചു. ഭവനങ്ങളും അലങ്കരിച്ചു. രാമദർശന തൽപരരായ അവരെല്ലാം സംഘമായാണ് യാത്ര ചെയ്തത്. കുതിരകൾ 100,000, ആനകൾ 10,000, സ്വർണ്ണനൂലുകളാൽ മോടികൂട്ടിയ തേരുകൾ അതൊരു 10,000, വൈവിധ്യമാർന്ന രാജകീയ ദ്രവ്യങ്ങളും വഹിച്ചുകൊണ്ട് എല്ലാവരും യാത്രയായി. തദസ്തു ശിബികാരൂഢാ നിർയയുരാജയോഷിതഃ ഭരതപാദുകേന്യസ്യ ശിരസ്യേവ കൃതാഞ്ജലി ശത്രുഘ്നസഹിതോ രാമം പാദചാരേണ നിർയയൗ തദൈവ ദൃശ്യതേ ദൂരാദ് വിമാനം ചന്ദ്രസന്നിഭം പുഷ്പകം സൂര്യസങ്കാശം മനസാ ബ്രഹ്മനിർമ്മിതം ഏകസ്മിൻ ഭ്രാതരൗ വീര്യൗ വൈദേഹ്യോ രാമലക്ഷ്മണൗ സുഗ്രീവഞ്ച കപിശ്രേഷ്ഠോ മന്ത്രിഭിശ്ച വിഭീഷണ ദൃശ്യതേ പശ്യത ജാനാ ഇത്യാഹ പവനാത്മജഃ. കൗസല്യാദി രാജ്ഞിമാരും പുറപ്പെട്ടു. ഭരതനാകട്ടെ രാമപാദകങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് തൊഴുകയോടെ കാൽനടയായാണ് ശത്രുഘ്നുമായി രാമസന്നിധിയിലേക്ക് പോയത്. മനസ്സാൽ ബ്രഹ്മാവ് നിർമ്മിച്ചതും സൂര്യനെപ്പോലെ പ്രകാശമാനമായതും സോമസമാന ആഹ്ലാദജനകവുമായ പുഷ്പക വിമാനം അപ്പോൾ തന്നെ അകലെ കാണപ്പെടുകയുണ്ടായി. വായുധനേൻ ഉറക്ക വിളിച്ചറിയിച്ചു, ഇതിലിതാ വൈദേഹി സഹിതനായ വീരസോദരന്മാരായ രാമലക്ഷ്മണന്മാർ, കപിവരൻ, സുഗ്രീവൻ, മന്ത്രിമാരോടൊത്ത വിഭീഷണനും കാണപ്പെടുന്നു. ജനങ്ങളെ ദർശനം നേടുവിൻ. തതോ ഹർഷസമുദ്ഭൂതോ നിസ്വനോ ദിവം അസ്പൃശത് സ്ത്രീ ബാലയുവവൃദ്ധാനാം രാമോ അയം ഇതി കീർത്തനാത്. ഇതാ രാമൻ എന്ന് പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും വൃദ്ധരും ഉയർത്തിയ ഉദ്ഘോഷത്തിന്റെ ആഹ്ലാദ വായ്പിൽ നിന്നുയർന്ന ആരവം അതോടെ വാനിടത്തെ സ്പർശിച്ചു. രഥകുഞ്ചരവാജിസ്ഥ അവതീര്യമഹിംഗത ദദൃശുസ്തേ വിമാനസ്ഥം ജനാഃ സോമവിമാംബരേ പ്രാഞ്ജലിർഭരതോ ഭൂത്വാ പ്രകൃഷ്ടോ രാഘവോന്മുഖ തതോ വിമാനാഗ്രഗതം ഭരതോ രാഘവം മുദാ പിബന്തേ പ്രണതോ രാമം മേരുസ്ഥം യോ ഭാസ്കരം തതോ രാമാഭ്യനുജ്ഞാതം വിമാനം അപതത് ഭുവി. തേരിലും കുതിരപ്പുറത്തും ആനപ്പുറത്തും ഇരുന്ന ജനങ്ങളെല്ലാം നിലത്തേക്ക് ഇറങ്ങിച്ചെന്നു. മാനത്തുതിച്ച വാർത്തിങ്കലിനെ എന്ന പോലെ വിമാനത്തിലിരുന്ന രാമനെ അവർ നോക്കിക്കണ്ടു. പ്രഹർഷം പൂണ്ട ഭരതൻ തൊഴുകയോടെ രാഘവോന്മുഖമായി നിന്നു. മേരുസ്ഥനായ രവിയെപ്പോലെ വിമാനത്തിൽ മുൻഭാഗത്തിരുന്ന രഘുരാമനെ ഭരതൻ പിന്നെ സന്തോഷത്തോടെ താണു വണങ്ങി. രാമന്റെ അനുമതിയോടെ വിമാനം അനന്തരം ഭൂമിയിലേക്ക് ഇറങ്ങി. ആരോപിതോ വിമാനം തദ്ഭരതസാനുജസ്തദാം രാമമാസാദ്യമുദിതഃ പുനരേവാഭ്യപാദയത് സമുത്ഥായ ചിരാദ്രഷ്ടും ഭരതം രഘുനന്ദനഃ ഭ്രാതരം സ്വാംഗമാരോപ്യ മുദാതം പരിഷസ്വജേ. അനുജനുമായി ഭരതൻ അപ്പോൾ വിമാനത്തിലേക്ക് കയറി ആമോദത്തോടെ രാമന്റെ സമീപമെത്തി പിന്നെയും അഭിവാദനം അർപ്പിച്ചു. ശ്രീരാമൻ ഭരതനെ വാരിപ്പുണർന്നു. സ്നേഹവിഹ്വലനും പ്രീതനുമായ ഭരതൻ പിന്നെ ലക്ഷ്മണന്റെയും വൈദേഹിയുടെയും അടുത്ത് എത്തി സ്വനാമം ഉച്ചരിച്ചുകൊണ്ട് അഭിവാദനം അർപ്പിക്കുകയുണ്ടായി. സുഗ്രീവം ജാംബവന്തം ച യുവരാജം ദദാംഗതം മൈന്ദദ്വിവിധം നീലാം ചൈഷവം ജൈവ സസ്വജേ സുഷേണം ജ നളം ജൈവ ഗവാക്ഷം ഗന്ധമാദനം
ശരവം പനസം ചൈവ ഭരത പരിഷസ്വജേ സർവേ തേ മാനുഷം രൂപം കൃത്വാ ഭരതമാതൃത പപ്രച്ഛുക്കുശലം സൗമ്യ പ്രഹൃഷ്ടാശ്ച പ്ലവംഗമാ. സുഗ്രീവ ജാമ്പവാന്മാരോടൊപ്പം യുവരാജാവായ അംഗദനെയും മൈന്ദൻ, വിവിധൻ, നീലൻ ഇവരെയും ഋഷഭനെയും ഭരതൻ തഴുകി. സുഷേണൻ, നളൻ, അതുപോലെ ഗവാക്ഷൻ, ഗന്ധമാദനൻ, ശരഭൻ, പനസൻ എന്നിവരെയും ആശ്ലേഷിച്ചു. സൗമ്യരും സന്തുഷ്ടരുമായ ആ വാനരന്മാരെല്ലാം മാനവാകൃതി കൊണ്ട് ഭരതനെ ആദരിക്കുകയും കുശലം ആരായുകയും ചെയ്തു. തദസുഗ്രീവം ആലിംഗ്യവരദ പ്രാഹഭക്തിദ ത്വത്സഹായേന രാമസ്യ ജായോ അഭൂദ്രാവണോ ഹത ത്വമസ്മാകം ചതുർണാം ദുഭ്രാതാ സുഗ്രീവ പഞ്ചമ ശത്രുഘ്നശ്ച തദാ രാമം അഭിവാദ്യ സലക്ഷ്മണം സീതായാ ചരണൗ പശ്ചാത് വന്ദേ വിനയാന്വിതഃ രാമോ മാതരമാസാദ്യ വിവർണാം ശോകവിഹ്വലാം ജഗ്രാഹ പ്രണതപാദൗ മനോമാതു പ്രസാദയൻ കൈകേയീം ച സുമിത്രാം ച നനാം മേ ഇതരമാതരൗ. അനന്തരം സുഗ്രീവനെ പുണർന്ന് ഭരതൻ സസ്നേഹം പറഞ്ഞു, നിന്റെ സഹായത്താലാണ് രാമന് വിജയം കൈവന്നതും രാവണൻ കൊല്ലപ്പെട്ടതും. അല്ലയോ സുഗ്രീവ, നീ ഞങ്ങൾ 4 പേർക്കും ഒരു 5ാം സഹോദരനാണ്. ശത്രുഘ്നും അപ്പോൾ സവനയം ലക്ഷ്മണസമേതനായ രാമനെ അഭിവദിക്കുകയും ചെയ്തു. സീതയുടെ കാൽക്കൽ വണങ്ങുകയും ചെയ്തു. വേദന കൊണ്ട് വിളറിയ അമ്മയുടെ അരികിൽ ചെന്ന് ആ മാതൃഹൃദയത്തിന് ആനന്ദമുണ്ടാകുമാറ് രാമൻ നമസ്കരിച്ചു. പിന്നെ അമ്മമാരായ കൈകേയിയെയും സുമിത്രയെയും നമസ്കരിച്ചു. ഭരതപാദുകേ തേ ദുരാഗവസ്യ സപൂജിതേ യോജയാമാസ രാമസ്യ പാദയോർഭക്തി സംയുതഃ രാജ്യമേതന്യാസഭൂതം മയാ നിര്യാതിതം തവ അദ്യ മേ സഫലം ജന്മ ഫലിതോ മേ മനോരഥഃ യത് പശ്യാമി സമായാതം അയോധ്യാം ത്വാമഹം പ്രഭോ കോഷ്ഠാഗാരം ബലം കോശം കൃതം ദശഗുണം മയാ ത്വത്തേജസാ ജഗന്നാഥ പാലയസ്വപുരം സ്വകം. ഭരതൻ താൻ ആദരവോടെ പൂജിച്ചു പോന്ന ആ രാമപാദകങ്ങൾ ഭക്തിപൂർവം രാമന്റെ പാദങ്ങളിൽ യോജിപ്പിച്ചു. ഈ നാട് ഞാനിതാ അങ്ങയെ തിരിച്ചേൽപ്പിക്കുന്നു. അല്ലയോ പ്രഭോ, അയോധ്യയിൽ മടങ്ങിയെത്തിയ അങ്ങയെ എനിക്ക് ദർശിക്കുമാറായല്ലോ. അതുമൂലം ഇന്ന് എൻ്റെ ജന്മം സഫലമായി, എൻ്റെ മനോരഥം ഫലിച്ചു. ധാന്യക്കലവറ, സൈന്യം, സമ്പത്ത് ഇവ നിൻ തിരുകൃപയാൽ ഞാൻ 10 ഇരട്ടിയാക്കിയിട്ടുണ്ട്. അല്ലയോ ജഗന്നാഥ, ഇനി സ്വരാജ്യം പാലിച്ചാലും. ഇതി ബ്രുവാണം ഭരതം ദൃഷ്ട്വാ സർവേ കപീശ്വരാഃ മുമോചർനേത്രജം തോയം പ്രശശംസുർമുദാന്വിതാഃ തതോ രാമപ്രഹൃഷ്ടാത്മാ ഭരതം സ്വാംഗകം മുദാ യയൗതേന വിമാനേന ഭരതസ്യാശ്രമം തഥാ അവരൂഹ്യ തദാ രാമോ വിമാനാഗ്രാൻ മഹീതലം അബ്രവീത് പുഷ്പകം ദേവോ ഗച്ഛ വൈശ്രവണം വഹ അനുഗച്ഛാനുജാനാമി കുബേരം ധനപാലകം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിന്ന ഭരതനെ നോക്കി വാനരന്മാരെല്ലാം കണ്ണീർ പൊഴിച്ചു. സന്തോഷത്തോടുകൂടി അവനെ പുകഴ്ത്തി. പ്രസന്നഹൃദയനായ രാമൻ അനന്തരം അംഗതലത്തിലിരുന്ന ഭരതനുമായി സന്തോഷത്തോടുകൂടി ആ വിമാനത്തിൽ ഉടനെ ഭരതാശ്രമത്തിലേക്ക് തിരിച്ചു. വിമാനത്തിൽ നിന്ന് ഭൂതലത്തിൽ ഇറങ്ങിയിട്ട് രാമദേവൻ പുഷ്പകത്തോട് അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അനുമതിയേകുന്നു, പൊയ്ക്കൊള്ളുക. വൈശ്രവണനെ അനുഗമിക്കുക. ധനപാലകനായ ആ കുബേരനെ വഹിക്കുക. രാമോ വസിഷ്ഠസ്യ ഗുരോപദാംബുജം നത്വാ യഥാ ദേവഗുരോ ശതക്രതു ദത്വാ മഹാർഹാസനമുത്തമം ഗുരോർ ഉപാവിശേഷാധ ഗുരോ സമീപതഃ. ഇന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയോടെന്നവണ്ണം സ്വഗുരുവായ വസിഷ്ഠന്റെ കാൽത്താരണകളിൽ രാമൻ വണങ്ങുകയും ഉത്തമവും സമ്പൂജ്യവുമായ ഇരിപ്പിടം അദ്ദേഹത്തിന് നൽകിയതിനു ശേഷം
ഗുരുവിൻ്റെ അരികിലായി രാമൻ ഇരുന്നു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ ചതുർദശ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.